ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഡിഫറൻറ്റ് ടേസ്റ്റി മഷ്റൂം മസാല. അതിനായി മഷ്റൂം 2 കഷ്ണങ്ങളാക്കി വൃത്തിയായി കഴുകി എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 400 ഗ്രാം. ഇനിയും മഷ്റൂം മാരിനേറ്റ് ചെയ്യാനായി തുടങ്ങാം. 1 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കസ്തൂരി മേത്തി പൊടിച്ചത്, 3 സ്പൂൺ നല്ല തൈര്. ഇനിയും നന്നായി മിക്സ് ചെയ്ത് മസാല പിടിക്കുവാനായി ഒരു 10 മിനിറ്റ് മാറ്റിവെക്കുക. ഇനിയും ഒരു പാൻ വെച്ച് പാൻ ചൂടായി കഴിയുമ്പോൾ 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓൾ സ്പൈസസ്, 4 ഏലക്ക, ചെറിയ 2 കഷ്ണം കറുകപ്പട്ട, 3 ഗ്രാമ്പു, അല്പം പെരിഞ്ജീരകം ഇത്രയും ഇട്ട് മസാലയുടെ ഫ്ലേവർ എണ്ണയിലേക്ക് വന്നു കഴിയുമ്പോൾ 2 വലിയ സവോള ചെറുതായി കൊത്തി അരിഞ്ഞത് ഇട്ട് വഴറ്റുക. സവോളയുടെ നിറം മാറി വരുമ്പോൾ 2 പച്ചമുളക് 2ആയി അരിഞ്ഞതിട്ട് ഒന്ന് ഇളക്കിയതിനു ശേഷം 2 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, എരിവ് കൂടുതൽ വേണ്ടിയവർ ആവശ്യമനുസരിച്ച് ഇടുക. 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ട് നന്നായി യോജിപ്പിക്കുക. അല്പം ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത ശേഷം രണ്ട് തക്കാളി പേസ്റ്റ് ആക്കിയത് ഇട്ട് തക്കാളിയുടെ പച്ചരുചി മാറുന്നത് വരെ വഴറ്റുക. 1 സ്പൂൺ ബട്ടർ ഇട്ട് നന്നായി യോജിപ്പിക്കുക. ബട്ടർ ഉരുകി നന്നായി മസാലയിൽ മിക്സായി വന്നിട്ടുണ്ട്. 1 സ്പൂൺ ഉപ്പിടുമ്പോൾ മസാല പെട്ടെന്ന് വഴന്നു കിട്ടും. 3-4 മിനിറ്റ് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വേവിക്കുക. ഇപ്പോൾ മസാല നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനിയും മാരിനേറ്റ് ചെയ്തു വച്ചിരിക്കുന്ന മഷ്റൂം ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. എട്ടോ 10 കാഷ്യൂനട്ട് മിക്സിയിൽ നന്നായി പൊടിച്ചതിട്ട് നന്നായി മിക്സ് ചെയ്യുക. അല്പം ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് 3-4 മിനിറ്റ് വേവിക്കുക. അല്പം മല്ലിയിലയിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ആവശ്യമെങ്കിൽ അല്പം ഉപ്പ് ചേർത്തിളക്കുക. ഒരല്പം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. മസാലയുടെ രുചി ഒരേ അളവിൽ വരുന്നതിന് വേണ്ടിയാണ് പഞ്ചസാര ചേർക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മഷ്റൂം മസാല റെഡിയായി കഴിഞ്ഞു. ഇത് ചപ്പാത്തിയുടെ കൂടെയും നാൻ എന്നിവയുടെ കൂടെയും കഴിക്കാൻ അടിപൊളിയാണ്. ഇത് എല്ലാവരും തീർച്ചയായും വെച്ച് നോക്കണം. അത്രയ്ക്ക് രുചിയാണ്. എന്നിട്ട് അഭിപ്രായം കമന്റായി അറിയിക്കാൻ മറക്കല്ലേ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.